അങ്ങനെ LDCയുടെ രണ്ടാം ഘട്ടം കഴിഞ്ഞെത്തിയിരിക്കുകയാണ്. അതിഭീകരമായ കുറെ സൂചനകൾ PSC ചോദ്യപേപ്പർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് നടത്താൻ പോകുന്നത് ഇപ്പം പ്രൊവിൻഷ്യൽ ആൻസർ കീ വന്നിട്ടുണ്ട്, അതിന്റെ വെളിച്ചത്തിലുള്ള ഒരു എക്സാം അനാലിസിസ് ആണ്. ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് പോവാം. പുതിയ പാറ്റേണിലുള്ള അനാലിസിസ് ആണ് ഞാൻ പറയുന്നത്. PSCയുടെ പാറ്റേൺ നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്. പുതിയ പാറ്റേണിൽ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം മാർക്ക് എങ്ങനെ അടിച്ചെടുക്കണം എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ കൂടെ നിൽക്കുക. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് KAS 10th+2 ബാച്ചസ് ഒക്കെ റൺ ചെയ്യുന്നത്. വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങളെ ഇവ പറയാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും പറഞ്ഞുതരാനാണ്. നമ്മുടെ കോഴ്സസിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചോ, ഇതൊരു മനക്കട്ടിയുടെ എക്സാം ആയിരുന്നു, മനധൈര്യത്തിന്റെ എക്സാം ആയിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാ പരീക്ഷയുടെയും തലേദിവസം ഒരു സ്ട്രെസ് മാനേജ്മെന്റ് വീഡിയോ യൂട്യൂബിൽ ചെയ്തത്. ആ വീഡിയോ കണ്ടുപോയ പല ആൾക്കാർക്ക് ഒരു കാര്യം മനസ്സിലായി. 24ാമത്തെ 27ാമത്തെ ചോദ്യങ്ങൾ ലിങ്ക്ഡ് ആണ്, ഭയങ്കര ബന്ധമുണ്ട്. പൊതുവെ ആൾക്കാർ സ്കിപ്പ് ചെയ്യുന്ന 2 ചോദ്യങ്ങളായിരുന്നു. പക്ഷേ സ്ട്രെസ് ഫ്രീ ആയി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ആ ചോദ്യങ്ങൾ ലിങ്ക് ചെയ്തിട്ട് 2 ചോദ്യങ്ങളുടെ ഉത്തരം അവർ അടിച്ചെടുത്തു. പിന്നെ ചെയ്യാൻ പോകുന്ന കാര്യം UPSC ചോദ്യം. ഞങ്ങൾ ഞങ്ങളുടെ ബാച്ചസിലും ടെലിഗ്രാം ചാനൽ, യൂട്യൂബ് ചാനലൊക്കെ UPSC ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിരുന്നു. എത്ര UPSC ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് അറിയോ? അത്യാവശ്യം റാങ്ക് മേക്കിംഗ് നിലവാരത്തിലുള്ളത്. എലിമിനേഷൻ ടെക്നിക് ശാസ്ത്രീയമായിട്ടുള്ള കറക്കിക്കുത്താണെങ്കിൽ നല്ല രീതിയിലൂടെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. സോ പുതിയ പാറ്റേണിൽ പഠിച്ച എല്ലാവർക്കും ഈ പരീക്ഷ ഒരു വിജയമായിരിക്കും എന്നുള്ളത് സംശയമില്ല. ബിക്കോസ് ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സ് ഇപ്പോഴും പഴയ പാറ്റേണിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതൊന്ന് കാണുക. എങ്ങനെയാണ്, എന്താണ്, എവിടുന്നാണെന്നൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ആശയപരമായി വിയോജിപ്പുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താട്ടോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിക്കുന്നതാണ് അല്ലെ. ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏത്? നമുക്ക് ഇതിനകത്ത് എലിമിനേഷൻ ടെക്നിക്സ് വർക്ക്ഔട്ട് ആവും. നമുക്ക് നോക്കിയാലോ. ഇസ്രായേൽ അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ ഇഷ്യൂവിന്റെ ഒരു ബേസിസ് നമുക്കറിയാം. ഇന്റർനാഷണൽ റിലേഷൻസിൽ അല്ലെങ്കിൽ ആഗോള ചർച്ചകളിൽ അവിടെ മതം വലിയൊരു എലമെന്റ് ആയിട്ട് വരുന്നുണ്ട് അല്ലെ. പൊതുവെ ഇസ്രായേലിനെ എതിർക്കുന്നത് ഇപ്പൊ 7-year വാറിന്റെ ചരിത്രം നമ്മൾ PSC പഠിക്കുന്നതാണ്. പൊതുവെ ഇസ്രായേലിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. അപ്പൊ ഒബ്വിയസ്ലി ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുക്കണമെങ്കിൽ സാധ്യത കൂടുതലും ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കായിരിക്കില്ലേ, ആൻഡ് വൈസ് വേഴ്സ. ഇസ്രായേലിന് ഏറ്റവും വൈരാഗ്യവും ഇസ്ലാമിക രാഷ്ട്രങ്ങളെടുത്താണെന്നാണ് പറയപ്പെടുന്നത്. അത് 7-year വാറിന്റെ ചരിത്രമാണ്, PSCയിലെ ബേസിക് ഫാക്ട് ആണ്. അപ്പൊ അത് ആ ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾ ശ്രീലങ്ക ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. ശ്രീലങ്ക എലിമിനേറ്റ് ചെയ്യും. അത് ഹിന്ദു രാഷ്ട്രമാണല്ലോ, അല്ലെങ്കിൽ ബുദ്ധമതം, ഹിന്ദു റിലീജിയൻ മീൻസ് ബുദ്ധം ചൈനീസും എല്ലാം സുപ്രീം കോടതിയുടെ ഇന്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്. ബുദ്ധമതമുള്ള രാഷ്ട്രമാണല്ലോ ശ്രീലങ്ക. അപ്പൊ അത് വിട്ടു. പിന്നെ മറ്റൊരു ചോദ്യം ശ്രദ്ധിച്ചു, സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം എന്നാണ് പറയുന്നത്. അത്യാവശ്യം ടൂറിസം ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. ഒന്നും കൂടെ അത് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരാൾക്കാന്ന് പറഞ്ഞാൽ മാൽഡൈവ്സ് എല്ലാവരും പഠിച്ചിട്ട് പോകുന്ന ഒരു ഫാക്ട് തന്നെയാണിത്. ഞാൻ ഈ പറയുന്നത് എക്സാം ഹോളിൽ എങ്ങനെ ചിന്തിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ ഇറാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ ഇറാനിലോട്ട് അങ്ങനെ അധികം സന്ദർശകരുടെ ഒരു പ്രവാഹമുള്ള രാഷ്ട്രമല്ല. പക്ഷെ മാൽഡൈവ്സ് ഇന്തോനേഷ്യൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഇത് തമ്മിലായിരിക്കും. ഇന്ത്യയുടെ അയൽരാജ്യമാണെന്ന് നിങ്ങൾ ന്യൂസിൽ എവിടെ വായിച്ചിട്ടുണ്ട്. മാൽഡൈവ്സ് ആണോ ശ്രീലങ്കയാണോ? ശ്രീലങ്ക എലിമിനേറ്റ് ചെയ്തെങ്കിൽ മാൽഡൈവ്സിലേക്ക് എത്താൻ പറ്റും. ഇതൊരു എക്സ്ട്രീം എലിമിനേഷൻ ആണ്. അത്രയും കൂളായിട്ടുള്ള മനസ്സ്, അത്രയും എഫിഷ്യന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. വേണ്ട ഇത്ര എക്സ്ട്രീം എലിമിനേഷൻ ഒക്കെ നിങ്ങൾ പോകേണ്ടത് പഠിച്ചെഴുതേണ്ട ഉത്തരവാണല്ലോ. നമുക്ക് വേറെ കുറച്ച് എലിമിനേഷൻ ടെക്നിക്സിന്റെ ചോദ്യങ്ങളിലേക്ക് പോയാലോ. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം, ഇപ്പൊ ഇതിന്റെ ഉത്തരം B ആണ്. ഒന്നിന്റെ ഉത്തരം B ആണ്. രണ്ടാമത്തെ ചോദ്യം വളരെ എളുപ്പമാണ് അല്ലെ. താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാൻ ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. PSC ചോദിച്ച അടുത്ത ചോദ്യമാണ്. പോട്ടെ, അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച വ്യക്തി VP മേനൻ ആണ്. VP മേനൻ. അപ്പൊ ഇതിന് ഉത്തരം D ആണ്. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം D ആണ്. ഇതൊക്കെ ഈസി ചോദ്യമാണ്. ഇതൊന്നും നമ്മൾ വെറുതെ ഡിസ്കസ് ചെയ്ത് കുളമാക്കണ്ട. അപ്പൊ മൂന്നാമത്തെ ചോദ്യമാണെങ്കിൽ കഴിഞ്ഞ ഘട്ടത്തിൽ PSC ചോദിച്ചിരുന്നു അല്ലെ. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസ്. നാലാമത് മൂന്നിന്റെ ഉത്തരം B ആണ്. 4 അധികം ചലഞ്ചിങ് ചോദ്യമല്ല, പക്ഷെ ഇതൊക്കെ ഞങ്ങൾ ക്ലാസ്സസിൽ കവർ ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ ടെസ്റ്റ് സീരീസിനകത്ത് കൃത്യമായി കവർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ട്സ് നിങ്ങൾക്ക് അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു PDF ആയിരിക്കും. ഇത് ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലിഗ്രാം കുടുംബാംഗങ്ങളാവുക. അവിടെ ഡെയിലി ഇരുന്ന മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഇത്തരത്തിലുള്ള PDF-കളൊക്കെ ഉപയോഗിക്കുക. ഇനി വരാൻ പോകുന്ന ഘട്ടങ്ങളിലും ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വരും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പ്രവചിച്ച ധാരാളം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഇടുന്ന മാർക്കാണ് കൊണ്ട് കളയരുത്. അപ്പം ദയവായി ടെലിഗ്രാം ചാനലിന്റെ അംഗങ്ങളാവാൻ ശ്രമിക്കുക. ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അനുദീപ് വ്ലോഗ്സ് സെർച്ച് ചെയ്താലും മതി. ഓക്കെ. അപ്പൊ ഈ അഞ്ചാമത്തെ ഒരു ചോദ്യം, ഇതൊക്കെ നമ്മൾ 1 വർഷം മുമ്പേ വീഡിയോ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. വലിയ ഡിഫിക്കൽട്ട് ചോദ്യങ്ങളല്ല ഇതൊന്നും. അത് നമ്മുടെ ചാനലിന്റെ അവിടെ കട്ടയ്ക്ക് നിന്നിട്ടുള്ള ആൾക്കാർക്ക് വളരെ കാര്യം. അന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇവിടുന്ന് അധികം ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ ധാരാളം ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾ സ്വയം ഒന്ന് കണ്ടു നോക്കാം. ഏകദേശം 1 വർഷത്തിന് മുമ്പേ 1 year ago പബ്ലിഷ് ചെയ്ത വീഡിയോ ആണ്.
വീഡിയോയുടെ തീം എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ഇപ്പം LST സെക്രട്ടറി സിലബസിനകത്ത് ഈ ടോപ്പിക് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പറയുന്നൊരു കാര്യമാണ്, ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറയുന്നത് മൗണ്ട് ബാറ്റൻ പദ്ധതി അനുസരിച്ച് തയ്യാറാക്കിയതാണ്. അപ്പൊ ഈ ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് മൗണ്ട് ബാറ്റൻ പദ്ധതിയിലുള്ളത്. അപ്പൊ അത് പഠിച്ചിട്ട് പോയ ഒരാൾക്ക്, ഇതിനൊക്കെ ക്ലാസ് നോട്ട്സ് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് അന്ന് തന്നതാണ്, ഇത് പഠിച്ചിട്ട് ഒരാൾക്ക് കൃത്യമായിട്ട് അറിയാം ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിലേക്ക് ചേർക്കണമെന്ന് തീരുമാനമെടുത്തത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണോ? ഇതൊന്നും നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെന്ന് തന്നെ ഇരിക്കും. നമുക്ക് എലിമിനേഷൻ ടെക്നിക്കിലേക്ക് പോവാം. നിങ്ങൾ അത്ര ആഴത്തിൽ പഠിച്ചിട്ടില്ല, നിങ്ങൾ സമയമില്ലാതെ ഇരിക്കട്ടെ, നമുക്ക് എലിമിനേഷൻ ടെക്നിക്കിലേക്ക് പോവാം. ഇന്ത്യ വിഭജിക്കുന്ന സമയത്ത് ഒരു പ്രദേശം, ആ പ്രദേശത്തിന് പാകിസ്ഥാന്റെ കൂടെ നിൽക്കണോ ഇന്ത്യയുടെ കൂടെ നിൽക്കണോ എന്നുള്ള തീരുമാനം ആരാ എടുത്തിരുന്നത്? അവര് തന്നെയാണ് എടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ നെഞ്ചത്ത് കിടക്കുന്ന ഹൈദരാബാദിലെ നിസാമിന് പാകിസ്ഥാനിലോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് വിഷമം വന്നത്. നിങ്ങൾ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലായോ? ഇത് പഠിച്ചിട്ടുള്ള ഫാക്ട് ആണ്. അത്ര കൂൾ മൈൻഡോടുകൂടി മനസാന്നിധ്യം കൈവിടാതെ ഈ ചോദ്യം അറ്റൻഡ് ചെയ്തിട്ട് ആൾക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് അറിയാൻ പറ്റും. ഇവിടെ സംസ്ഥാനങ്ങൾക്കല്ലേ, അല്ലെങ്കിൽ ആ പ്രവിശ്യകൾക്കല്ലായിരുന്നു അതിനുള്ള അധികാരം ഉണ്ടാകുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാണ്. അപ്പോൾ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. ഇതാണ് വിശകലനാത്മകമായി പഠിക്കുന്നതിന് ഗുണം. നമ്മൾ ഫാക്ടുകൾ കാണാപ്പാഠം പഠിച്ച് തത്തമ്മേ പൂച്ച രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇനിയുള്ള PSC പരീക്ഷയിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പുതിയ പാറ്റേണിൽ പഠിക്കാനുള്ള ആർജവം വേണം. ഇത് എളുപ്പമാണ്, കാരണം ഇവിടെ നമ്മൾ കഥകളിൽ കൂടെയും അനാലിസിസിലൂടെയാണ് പഠിക്കുന്നത്. ഒരു റാങ്ക് ഫയൽ കാണാതെ പഠിക്കുന്നതിന്റെ അത്ര ബുദ്ധിമുട്ടില്ല ഇത്തരം ചർച്ചകളിൽ കൂടെ പഠിക്കാനായിട്ട്. ഓക്കെ, ഈ വീഡിയോ കൃത്യമായിട്ടും പറയുന്നുണ്ട്, അതിർത്തി നിർണയ കമ്മീഷനെ നിയമിച്ചത് ഈ മൗണ്ട് ബാറ്റൻ പ്ലാനിന്റെ പെർസ്പെക്റ്റീവിലാണെന്നുള്ളത് കൃത്യമായി പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയാണല്ലോ. അപ്പൊ അതിന് സിയും ഡിയും പോയി. പിന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ നോക്കുക, അല്ലെ? ബംഗാളും അത് വിഭജിച്ചു, പഞ്ചാബും ബംഗാളും ഒക്കെ വിഭജിച്ചു. പഞ്ചാബ് എന്ന് പറയുമ്പോൾ നോർത്ത് വെസ്റ്റിൽ ഒരു പഞ്ചാബ് ഉണ്ട്, അല്ലെ? പാകിസ്ഥാനിൽ ഇന്നും പഞ്ചാബ് എന്ന സ്ഥലമുണ്ട്. അത് വിഭജിച്ച് പാകിസ്ഥാനും ഇന്ത്യയുമായി. അപ്പൊ നമ്മുടെ ചാനലിലെ ഫ്രീ കണ്ടന്റുകൾ മാത്രം ഫോളോ ചെയ്തിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ അടിച്ചെടുക്കാൻ പറ്റിയേനെ. ഇത് ഞാൻ പറയുന്നത് വിശകലനാത്മകമായി പഠിക്കുന്നതിന്റെ ബെനിഫിറ്റ് ആണ് ഞാൻ ഈ പറയുന്നത്. ഇനിയുള്ള പരീക്ഷകളിലെങ്കിൽ നിങ്ങൾ കൃത്യമായി ഇത് ഫോളോ ചെയ്യുക. ഇതാണ് PSCയുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമായിട്ട് A ആണ് ഉത്തരം. ബേസിക് ഫാക്ടുകൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ പോലും ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എലിമിനേഷൻ ടെക്നിക്സ് കോമൺ സെൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഫാക്ടുകൾ വെച്ചാൽ മാത്രം അതിന്റെ ഉത്തരത്തിലേക്ക് എത്താമായിരുന്നു. ഐഡിയ മനസ്സിലായോ? പെട്ടെന്ന് കിട്ടാത്ത ആൾക്കാർ ദയവായി ഈ വീഡിയോ ഒരു പ്രാവശ്യം റീവാച്ച് ചെയ്യണം ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ഇതൊക്കെയായിരുന്നു റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ. ആറാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആറാമത്തെ ചോദ്യം, ഇതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, കൂടുതൽ ഡിസ്കഷന്റെ ആവശ്യമില്ല. കാര്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെ? ഞാനാണ് രാഷ്ട്രം, ഐ ആം ദ സ്റ്റേറ്റ് എന്ന് പ്രഖ്യാപിച്ചത് ലൂയി 14 എല്ലാവർക്കും അറിയാം. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് അറിഞ്ഞാൽ തന്നെ എയും പോയി സിയും പോയി. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് അറിയാം, അത് വായിച്ച് നോക്കുക പോലെ വേണ്ട. അതാണ് സ്പീഡ് റീഡിംഗ് ടെക്നിക്സ്. പെട്ടെന്ന് ചോദ്യം വായിച്ച് ഉത്തരത്തിൽ എത്തുന്ന ടെക്നിക്ക് അതാണ്. എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15 നമുക്കറിയാലേ. എനിക്ക് ആഫ്റ്റർ മീ ദ ഡെലൂക്ക് എന്ന് പറഞ്ഞ ആരാ? യെസ്. അപ്പൊ അതിന് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ B ആണെന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ക്ലാസ്സിലെ ക്ലാസ് നോട്ട്സ് ഞാൻ അപ്പുറത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഫിലോസഫി എന്നതാണ്, ആഴത്തിൽ പഠിക്കുക കറക്കി കുത്തുക. AP+KK, ആഴത്തിൽ പഠിക്കുക കറക്കി കുത്തുക. ഇതൊക്കെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ്. സ്റ്റിൽ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ ഫാക്ടുകൾ ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ എങ്ങനെ ചിന്തിക്കണമെന്നാണ് ഈ വീഡിയോ അനാലിസിസ് കൂടെ ഞാൻ പറയുന്നത്. ഇതാണ് എക്സാം സൈക്കോളജി. പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇനി അടുത്ത ചോദ്യം വരാൻ പോകുന്നത് എന്താണെന്നറിയോ? ഏറ്റവും നീളം കൂടിയ ഡെക്കാൻ നദി ഏതെന്നുള്ളതാണ്. അതും ഡെക്കാൻ പ്ലേറ്റ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദ്വീപീയ പീഠഭൂമി, പെനിൻസുലർ എല്ലാം ഒരൊറ്റ കോൺസെപ്റ്റാണ്, സിമിലർ കോൺസെപ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ ആൻസർ ഗോദാവരി തന്നെയാണ്. ജയക്വാടി പദ്ധതി ഏത് നദിയിലാണ്? ഇപ്പൊ ന്യൂസിലുണ്ട്, അതും ഗോദാവരിയിൽ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് വരും. ഈ ഫാക്ടുകൾ മുഴുവൻ നിങ്ങൾ ഇന്ന് തന്നെ PDF ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കണമെങ്കിൽ പ്രിന്റ് എടുത്ത് പഠിക്കാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇത്തരത്തിൽ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ മറ്റുള്ളവരെക്കാൾ മുന്നിലേറാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലേ. നമ്മൾ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് സീറോ രേഖാംശം, മാനക രേഖാംശം, ഇതിന്റെ മറ്റൊരു പേരാണ് സമയരേഖ അല്ലെങ്കിൽ ഗ്രീൻവിച്ച് ലൈൻ എന്നൊക്കെ പറയുന്നത്, അല്ലെ? 180 ഡിഗ്രി രേഖാംശമാണ് അന്താരാഷ്ട്ര ദിനാങ്കണ രേഖ. അപ്പം ഏത് നഗരത്തിലൂടെയാണ് കടന്നത്? ഗ്രീൻവിച്ചിൽ കൂടെ അല്ല ഗ്രീൻവിച്ച് ലൈൻ കടന്നു പോകുന്നത് പ്രൈം മെറിഡിയൻ. വേറെ ഇത് എതിലേക്കൂടാണ് കടന്നു പോകേണ്ടത്? അപ്പം കൂൾ മൈൻഡോട് കൂടി ആലോചിക്കാൻ ഇത്തരത്തിൽ ഉത്തരത്തിൽ പെട്ടെന്ന് എത്താൻ സാധിക്കും. ഇതൊക്കെ ക്ലാസ്സസിൽ നമ്മൾ എക്സ്റ്റെൻസീവ്ലി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്.
മറ്റൊരു ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഒഡീഷയാണ്. കാര്യം ഇതൊക്കെ വരും എന്ന് നമുക്ക് ഏകദേശം ഉറപ്പാണ്. PSCയുടെ പഴയ പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ പുതിയ പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ ഇത് എന്തായാലും വരേണ്ട ഒരു ചോദ്യമാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിന്ന് വരേണ്ട ചോദ്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ടെസ്റ്റിൽ 8ാമത്തെ ടെസ്റ്റിനകത്ത് 46ാമത്തെ ചോദ്യത്തിനകത്ത് ഇത് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ PDF നിങ്ങൾക്ക് തന്നങ്ങ് വിടുവാണ്. കാരണം നമ്മൾ പറയുന്ന കാര്യത്തിൽ ക്രെഡിബിലിറ്റി വേണം. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ PDF ടെലിഗ്രാമിൽ തരാം. നിങ്ങൾ അത് നമ്മുടെ ടെസ്റ്റ് സീരീസ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കും. അത്രയും കോൺഫിഡന്റ് ആയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഞങ്ങൾക്ക് പരസ്യങ്ങളും കാര്യങ്ങളും ഒന്നും കോടിക്കണക്കിന് രൂപ മുടക്കി നൽകാൻ അറിയില്ല. ക്വാളിറ്റിയോടുകൂടി ക്ലാസ് എടുക്കാൻ അറിയാവുന്ന അധ്യാപകരാണ് ഞങ്ങൾ. അതാണ് ഞങ്ങളിപ്പം ചെയ്യുന്നത്. അത് തന്നെയാണ് സ്റ്റുഡൻസ് ഞങ്ങളെ വിശ്വസിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ. ഞങ്ങളുടെ ഏത് ബാച്ചിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഡെമോ ക്ലാസ്സസ് ഉപയോഗിക്കാം. എത്ര ഡെമോ ക്ലാസ് വേണമെങ്കിലും തരാം. ക്ലാസ് കണ്ട് ക്വാളിറ്റി നേരിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ ആ ഒരു അഫോർഡബിൾ ഫീസ് കൊടുത്ത് ബാച്ചിലേക്ക് വന്നാൽ മതിയാവും. അത്രയ്ക്ക് കോൺഫിഡന്റ് ആണ് ഞങ്ങൾ നിങ്ങളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ. ഓക്കെ, സോ മറ്റൊരു ചോദ്യം, എൽ നിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിലെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? തെക്കേ അമേരിക്കയാണ്. ഇത് NCERT-യിലും SCERT-യിലൊക്കെ ഉള്ള ചോദ്യമാണ്. സി ആണ് ഇതിന്റെ ഉത്തരം. വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിന്റെ പേര് ലൂ എന്നാണ് അല്ലെ? ഇതൊക്കെ സ്ഥിരം ചോദ്യമാണ്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചു കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ടാണ് ടെസ്റ്റ് സീരീസിനകത്ത് ഒന്നാമത്തെ ഫ്രീ ടെസ്റ്റ്, ഈ ടെസ്റ്റ് എല്ലാവർക്കും ഫ്രീ ആയിരുന്നു, ഫ്രീ ഫോർ ഓൾ ആയിരുന്നു. അതായത് അഡീഷണൽ ഫാക്റ്റും കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാതകം ഏതാ? ഹാർമാറ്റർ. ഇതും PSC സ്ഥിരം ചോദിക്കുന്നതാണ്. മഞ്ഞുതീനി ചിനൂക്ക്, ഇതും PSCയുടെ സ്ഥിരം ചോദ്യമാണ്. അപ്പൊ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഈ ഇത്തരത്തിലുള്ള ഒരു വാതകമാണ് ലൂ എന്ന് പറയുന്നത്. മാംഗോ ഷവർ, കാൽബൈശാഖിയല്ല. ഓക്കെ, ഇപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അതൊക്കെ നമുക്ക് എല്ലാവർക്കും കിട്ടുന്ന ചോദ്യങ്ങളാണ്, ഇതൊന്നും ഒഴിവാക്കരുത്. ഓക്കെ, ഈ ഫാക്ടുകൾ കാണാതെ പഠിക്കുക. ഇനി അടുത്തത്, കേരളത്തിലെ ആദ്യ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. കറണ്ട് അഫയേഴ്സ് ഉള്ളതായിരുന്നു. 13ാമത്തെ ചോദ്യം, ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി എന്താണെന്ന് ചോദ്യം. ബാലൻസ് മാക്രോ എക്കണോമിക്സിനകത്ത് നമ്മൾ പഠിപ്പിക്കുന്നതാണ്. വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യം നമ്മൾ കൂട്ടിക്കഴിഞ്ഞുള്ള പ്രശ്നം എന്താ? അത് നമ്മുടെ ട്രേഡിനെ ബാധിക്കും. ചൈനയുടെ ഒരു പോളിസി ഉണ്ട്, ബെഗർ ദൈ നെയ്ബർ എന്ന് പറയും. ചൈനയെ അവരുടെ പൈസയുടെ വാല്യൂ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ കയറ്റുമതി കൂടുതൽ ചെയ്യാൻ പറ്റുക. ബാലൻസ് ഓഫ് പേയ്മെന്റ് നന്നാവണമെങ്കിൽ കയറ്റുമതി കൂട്ടണം. അപ്പൊ നമ്മൾ കറൻസിയുടെ മൂല്യം കുറയ്ക്കുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത്. അത്തരത്തിലാണ് ഇതിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. ഓക്കെ, ഞാനിപ്പോൾ പെട്ടെന്നാണ് ചോദ്യപേപ്പർ കിട്ടിയത്, അനലൈസിസ് ചെയ്യുന്നു. ഞാൻ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ ഐഡിയാസോ കറക്ഷൻസോ ഉണ്ടെങ്കിൽ ദയവായി കമന്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, 14ാമത്തെ ചോദ്യം, സ്ഥിരം PSC ഹരിത വിപ്ലവത്തിൽ നിന്ന് ചോദ്യം വരുന്നതുകൊണ്ട് തന്നെ ഇത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഞങ്ങൾ ടെസ്റ്റ് സീരീസിൽ കവർ ചെയ്തിരുന്നു. ഹരിത വിപ്ലവം ടെസ്റ്റ് 2-നകത്തെ ക്വസ്റ്റ്യൻ നമ്പർ 11 കൃത്യമായി ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഞാൻ പല വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്, ക്ലാസ്സിൽ റിവിഷൻ ക്ലാസ്സും കൊടുത്തതാണ്. ഹരിത വിപ്ലവം, അതിന്റെ പ്രശ്നം എന്താ? പണക്കാരായിട്ടുള്ള ജാമീന്ദാർ അല്ലെങ്കിൽ സാമീന്ദാർമാർ അല്ലെങ്കിൽ ജന്മിമാർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് കൂടുതലും കിട്ടിയത്. അതുകൊണ്ട് ഗ്രാമത്തിൽ അസമത്വം വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇത് ഹരിത വിപ്ലവത്തിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. കാര്യം ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വിത്തിനങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നല്ല കാശ് വേണം കയ്യിൽ. പാവപ്പെട്ട കർഷകന് പറ്റത്തില്ല. അതുകൊണ്ട് ഇതിന്റെ ബെനിഫിറ്റ് കൂടുതലും കിട്ടില്ല കാശുള്ള കർഷകരാണ്. അതായത് ജന്മിമാർക്ക്, സാമീന്ദാർമാർക്കാണ് ഇതിന്റെ ഗുണം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹരിത വിപ്ലവത്തിന്റെ ഒരു ദോഷഫലം എന്ന് പറയുന്നതാണ് ഗ്രാമീണ അസമത്വം. ഗ്രാമപ്രദേശങ്ങളിൽ ജന്മിമാരുടെ ആധിപത്യം. കാര്യം കുറേ ലാൻഡ് വേണം ഹരിത വിപ്ലവം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ. പാവപ്പെട്ടവന്റെ കുറച്ച് ലാൻഡല്ലേ കാണുള്ളൂ. അപ്പൊ കൂടുതൽ ലാൻഡ് ഉള്ളവരാണ് ഇതിന് ഉപകാരം കിട്ടിയത്. ഇതാണ് അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞതാണ്. ബാക്കിയുള്ളതെല്ലാം ഇതിന്റെ ഗുണമല്ലേ. എല്ലാം പോട്ടെ, നിങ്ങൾക്ക് അതൊന്നും പഠിച്ചില്ലെന്ന് തന്നെ വെക്കാം. എലിമിനേഷൻ ടെക്നിക്സ് ഒന്ന് ഉപയോഗിച്ചേ, ഒന്ന് പറഞ്ഞേ. ഇവിടെ നേട്ടങ്ങളെ പറ്റിയാണ് ചോദ്യം. ഇത് നേട്ടമാണോ? ബാക്കിയെല്ലാം നേട്ടമോ? ഉൽപാദനം കൂടി, വരുമാനം കൂടി, തൊഴിൽ കൂടി. പക്ഷെ ഇത് നേട്ടമാണോ കോട്ടമാണോ? അങ്ങനെ ആലോചിച്ചാൽ ഉത്തരത്തിലേക്ക് എത്താം. മൾട്ടിപ്പിൾ അപ്രോച്ചസ് ഉണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ. എന്ത് വില കൊടുത്ത് ഉത്തരത്തിലേക്ക് എത്താം? മാക്സിമം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക, ഉത്തരത്തിലേക്ക് എത്താം. പിന്നെ പല ചോദ്യങ്ങൾക്കിടയിലും കണക്ഷൻ ഉണ്ട്. 24-21 ചോദ്യത്തിനിടെ നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു. 24-27 ചോദ്യത്തിനിടയിൽ അത് മാത്രം വെച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്കത്. 15ാമത്തെ ചോദ്യം, സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചത്. ഇവിടെ നിങ്ങൾക്ക് ഇത് പഠിച്ചില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ഞാൻ എന്റെ കൂടെ നിങ്ങൾ നിൽക്കാം. ഒരു ബിസിനസ് ആണല്ലോ ഇതൊരു ബിസിനസ് ആണെന്നറിയാം. ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോട്ടെ. ഇന്ത്യ ഒരു പർട്ടിക്കുലർ സംഭവത്തിന് മുൻപന്തിയിൽ എത്താൻ സാധിച്ചു. അതിന് പ്രധാനപ്പെട്ട റീസൺ ഇന്ത്യയുടെ ദാരിദ്ര്യമാണോ? നല്ലൊരു കാര്യം ചെയ്യാൻ ദാരിദ്ര്യം സഹായിക്കുമോ? ഇതിന് അർത്ഥം അറിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ. ഔട്ട്സോഴ്സിംഗ് മീൻസ് വിദേശത്ത് ഉള്ള ജോലികൾ നമ്മൾ ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് യൂസ് ചെയ്യും, അല്ലെ? ഈ കസ്റ്റമർ കെയർ പോലെയുള്ള സംഭവങ്ങൾ. ഇത് അറിയില്ലെന്ന് തന്നെ ഇരിക്കട്ടെ, ഇത് നല്ലൊരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഇന്ത്യ ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണോ? അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഭയങ്കര തെറ്റാന്ന് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചില്ലേ? ബി പോയി.
തേർഡ് സ്റ്റേറ്റ്മെന്റിൽ ബി പോയി. മറ്റൊരു സംശയം ചോദിച്ചോട്ടെ, ഇതൊരു ബിസിനസ് ആണ്, ഒരു എന്താ പറയുക ഔട്ട്സോഴ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കച്ചവടമാണ്. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാവോ? വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ. സി, നമുക്ക് മുൻപന്തിയിലേക്ക് എത്താൻ ഔട്ട്സോഴ്സിംഗ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, ലിറ്ററേച്ചർ ആയിക്കോട്ടെ, എന്താണെങ്കിലും ഇതിന്റെ സ്ഥാനത്ത് എന്താണെങ്കിലും നല്ലൊരു കാര്യത്തിൽ മുൻപന്തിയിലേക്ക് എത്താൻ നമുക്ക് സ്കിൽ, വൈദഗ്ധ്യം വേണ്ടേ? ഞാൻ പറയുന്ന ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായോ? എക്സാം ഹോളിൽ നിങ്ങളുടെ തലച്ചോറ് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആവും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വേണം, കോമൺ സെൻസ് ഉപയോഗിച്ച് വേണം ചിന്തിക്കാൻ. കോമൺ സെൻസ് ഈസ് നോട്ട് സോ കോമൺ. കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ചേ. അപ്പൊ ഇതിന്റെ ഉത്തരം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തിനാ വന്നേ പറ്റുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ തന്നെ ഡി പോയി, ഒന്നുകിൽ എ അല്ലെങ്കിൽ സി, ഇതാണ് ഇതിന്റെ ഉത്തരവായിട്ട് വരിക. അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? കുറഞ്ഞ വേതന നിരക്ക്. സി, നല്ല കഴിവുള്ള മനുഷ്യന്മാര് അവന് കുറച്ച് ശമ്പളം കൊടുത്താൽ മതി, അങ്ങനാണെങ്കിൽ അവനെ ബിസിനസ് ആൾക്കാർ എടുക്കത്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. പോട്ടെ, അതും അവിടെ നോട്ടെ. ഞാൻ മറ്റൊരു എലിമിനേഷൻ ടെക്നിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് അതറിയില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. ഇതാണ് പുതിയ പാറ്റേണിലുള്ള PSC സ്റ്റഡീസ് എന്ന് പറയുന്ന ഇതാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ഉയർന്ന വേതന നിരക്ക്. ഇന്ത്യയിൽ ഒരു കച്ചവടം നടത്തുമ്പോൾ കച്ചവടം രക്ഷപ്പെടണമെങ്കിൽ അവിടുത്തെ ആൾക്കാർക്ക് ഉയർന്ന വേതന നിരക്കാണെങ്കിലാണോ കുറഞ്ഞ വേതന നിരക്കാണെങ്കിലാണോ കൂടുതൽ ബിസിനസ്സുകാർ ഇങ്ങോട്ട് വരും? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം സാലറി കുറഞ്ഞു നിന്നെങ്കിലല്ലേ കൂടുതൽ ആൾക്കാർ എക്ക് ഒരു പണി ചെയ്യാൻ 100 രൂപ കൊടുക്കണം, ബിക്ക് ഒരു പണി ചെയ്യാൻ 1000 രൂപ കൊടുക്കണം. നിങ്ങൾ ആർക്ക് പണി ചെയ്യിപ്പിക്കും? കുറഞ്ഞ വേതന നിരക്കുള്ള ആൾക്കാണോ കൂടുതൽ വേതന നിരക്കുള്ള ആൾക്കാണോ? ഒബ്വിയസ്ലി കുറഞ്ഞ വേതന നിരക്കുള്ള ആൾക്കാണ്. അപ്പോഴാണ് ഇതിന്റെ ഉത്തരം നമുക്ക് സിയിലേക്ക് എത്തുന്നത്. കോമൺ സെൻസിന്റെ സവിശേഷത മനസ്സിലായോ? ഇതൊക്കെ ആര് സ്കിപ്പ് ചെയ്യാൻ പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യരുത്. പുതിയ PSC പാറ്റേണിൽ നമ്മുടെ സ്ട്രാറ്റജി മാർക്ക് മാക്സിമൈസേഷൻ ആണ്. ഒരു മാർക്ക് ഒരു ജീവിതമാണ്. ആ ജീവിതം കൈവിട്ട് കളിക്കരുത്. നമുക്ക് എന്ത് വില കൊടുത്തും മാക്സിമം മാർക്ക് എക്സ്ട്രാക്ട് ചെയ്യണം. ഇതൊരു ഫൈറ്റ് ആയിരിക്കണം, കൃത്യമായിട്ടുള്ള ഫൈറ്റ് ആയിരിക്കണം. ഇതൊന്നും ആരും പഠിച്ചിട്ട് ഉത്തരം എഴുതുന്ന ചോദ്യമല്ല. PSCയുടെ സിലബസിനകത്ത് മാക്രോ എക്കണോമിക്സ്, എംപ്ലോയ്മെന്റും ഒക്കെ ഉണ്ട്. അതിനകത്ത് 1,900 കാര്യങ്ങളെ പറ്റി പറഞ്ഞു. എല്ലാം ഒന്നും ആർക്കും പഠിച്ചിട്ട് പോകാൻ ഒക്കില്ല. പക്ഷെ ഈ ചോദ്യം ഇട്ട ആളുടെ ഉദ്ദേശം നിങ്ങളുടെ കോമൺ സെൻസ്, നിങ്ങളെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്യിക്കാൻ പറ്റിയ ബ്യൂറോക്രാറ്റ് ആണോ, കോമൺ സെൻസ് ഉള്ള വ്യക്തിയാണോ, മിനിമം ബുദ്ധി ഉണ്ടോ എന്നുള്ളതാണ് PSC നോക്കുന്നത്. അത് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി. ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. 16ാമത്തെ ചോദ്യം. ഇത് ഞങ്ങൾ ടെസ്റ്റ് സീരീസിനകത്തൊക്കെ എക്സ്റ്റെൻസീവ്ലി കവർ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. കാര്യം ഇന്ത്യൻ കാർഷിക രംഗത്തെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ക്ലാസ്സിൽ റിവിഷൻ എടുത്തെടുത്ത് എനിക്ക് തന്നെ ബോറടിച്ച ടോപ്പിക്കാണ്. ബിക്കോസ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്ന കൃഷിയാണ്. പക്ഷേ ഏറ്റവും കുറവ് പൈസ ജനറേറ്റ് ചെയ്യുന്ന ഫീൽഡും കൃഷിയാണ്. അതാണ് ഇന്ത്യയുടെ പോവർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന മേഖലയിലാണ് ഏറ്റവും കുറവ് പണമുള്ളത്. അപ്പൊ അവർക്ക് അത് വീതിക്കുമ്പോഴത്തേക്കും ശമ്പളം കാണത്തില്ല. അതുകൊണ്ട് തന്നെ ബി എന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? പ്രാഥമിക മേഖല. ഇനി PSC ചോദിക്കുന്നത് എന്താണെന്നറിയോ? തൃതീയ മേഖലയെ പറ്റിയാണ്. തൃതീയ മേഖലയിൽ ഇതിന്റെ നേരെ വിപരീതമാണ് കാര്യങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് ആൾക്കാർ ജോലി ചെയ്യുകയും ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുകയും ചെയ്യുന്ന മേഖലകൾ ഒന്നാണ് തൃതീയ മേഖല. നിങ്ങൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? തൃതീയ മേഖലയിലേക്ക് പോകാനാണ്. പണി കുറവാണ്, നല്ല ശമ്പളമാണ്. അതാണ് നിങ്ങൾ അതിന് പോകുന്ന റീസൺ. ഇതൊക്കെയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം തൃതീയ മേഖലയുടെ ഒരു ബ്യൂട്ടി അതാണ്, പ്രാഥമിക മേഖലയുടെ ഒരു ശാപം അതാണ്. പക്ഷെ ഇതിന്റെ നട്ടല് നമ്മുടെ കർഷകർ തന്നെയാണ്. കർഷകർ രക്ഷപ്പെടാത്തത്തോളം കാലം ഇന്ത്യ രക്ഷപ്പെടത്തില്ല. അപ്പൊ അത് ഒരു ബ്യൂറോക്രാറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിലിരിക്കുക. അപ്പൊ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ബി ആണ് ഒരു ഉത്തരം. ഇവിടുത്തെ ഫുൾ അനാലിസിസ്, എക്സ്ട്രാ പോയിന്റുകൾ, നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അടുത്ത പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ ആണിത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു വൃത്തിയില്ലാതെ എനിക്ക് അറേഞ്ച് ചെയ്യേണ്ടി വന്നു. നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേ ഈ നോട്ട് എക്സ്ട്രീംലി വാല്യുബിൾ ആയിരിക്കും. ടെലിഗ്രാം ചാനൽ നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം. 17ാമത്തെ ചോദ്യം. സ്വയം പദ്ധതിയുടെ സവിശേഷതകൾ എന്താണ്? അല്ലെ, ഡി ആണ് ഒരു ഉത്തരം. സിമ്പിൾ ചോദ്യമാണ്. നീതി ആയോഗിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്? UPSCയിൽ സ്ഥിരമായിട്ട് വരുന്നൊരു ചോദ്യം. ഒരു ഏജൻസി, നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മീഷൻ അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ. അപ്പം അതിനൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവർ സാമ്പത്തിക സഹായം കൊടുക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞ കാര്യം, അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കാനുള്ള അവകാശം വളരെ കുറവാണ്, അല്ലെങ്കിൽ അധീനം വളരെ കുറവാണ്. സെയിം പാറ്റേൺ ആണ് ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നീതി ആയോഗ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. ഇത് തെറ്റാണ്. ഇത് UPSCയിൽ സ്ഥിരം വരുന്ന നമ്മൾ തെറ്റിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് തന്നെയാണ് PSC ചോദിച്ചിട്ടുള്ളത്. സാമ്പത്തിക സഹായം കൊടുക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. പോട്ടെ, നിങ്ങൾ പഠിച്ചിട്ടില്ലെന്ന് തന്നെ വെക്കാം. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ എക്സ്റ്റെൻസീവ്ലി ഡിസ്കസ് ചെയ്താണ്. കാര്യം അതിലേക്ക് ഞാൻ വരാം. അതിനുപരി കാര്യം പറഞ്ഞോട്ടെ.
ഇതൊരു വിദഗ്ധ ഉപദേശക സമിതിയാണെന്നറിയാം, ഒരു അഡ്വൈസറി ബോഡിയാണെന്നറിയാം. അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് പണം കൊടുക്കാനുള്ള അവകാശം കാണും. അപ്പൊ അന്ന് അവർ തന്നെ സ്വയം അഡ്വൈസ് ചെയ്ത് സ്വയം പണം കൊടുത്താൽ പോരെ, എല്ലാം ഹുദാഗവ ആവും. അപ്പൊ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് വലിയ പ്രശ്നമുണ്ട്. ഒരു ഉപദേശക സമിതി എന്ന് പറയുമ്പോൾ അവർക്ക് ഒരിക്കലും മണി അപ്രോപ്രിയേഷൻ, പണം കൊടുക്കാനുള്ള ഒരു അധികാരം പൊതുവേ കാണാറില്ല. അത് നിങ്ങൾ മനസ്സിലാക്കാം. ചില സ്ഥലത്തുണ്ട്, പൊതുവേ ജനറൽ കോമൺ സെൻസ് ജനങ്ങൾ കാണാറില്ല. ഇനി അവർക്ക് തന്നെ ഉപദേശിച്ചാൽ ഇത്ര ലക്ഷം കോടി രൂപ ഇന്ന പ്രോജക്റ്റിന് അവർക്ക് തന്നെ സ്വയം ഉപദേശിച്ച് സ്വയം തന്നെ പണം കൊടുത്താൽ പോരെ. അത് ആ ഒരു ഡേഞ്ചർ ഒഴിവാക്കാനാണ് സെപ്പറേഷൻ ഓഫ് പവർ അവിടെ വെച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യങ്ങൾ എവിടുന്നാണെന്നറിയോ? നീതി ആയോഗിന്റെ പ്ലാനിംഗ് കമ്മീഷന്റെ കമ്പാരിസൺ, താരതമ്യങ്ങളിൽ നിന്നാണ്. എന്താണ് അവർ തമ്മിലുള്ള വ്യത്യാസം, എന്താണ് പ്ലാനിംഗ് കമ്മീഷൻ നീതികൾ തമ്മിലുള്ള വ്യത്യാസം എന്നായിട്ടുള്ളതായിരിക്കും അടുത്ത പരീക്ഷകളിൽ വരാൻ പോകുന്ന ചോദ്യം. ഈ നോട്ട് ഡൗൺലോഡ് ചെയ്ത് പഠിച്ച് വായിച്ചിട്ട് പോവാം. ഓക്കെ, കാരണം ഞങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള ധാരാളം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ പ്രൂവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ കാണിച്ചു തരാം. ഉദാഹരണത്തിന് മുദ്ര ബാങ്ക്, ഇത് ഞങ്ങൾ ടെസ്റ്റ് സീരീസിലും ക്ലാസ്സിലും ഒക്കെ കവർ ചെയ്തിട്ടുള്ളതാണ്. മുദ്ര ബാങ്ക് എന്ന് വെച്ചാൽ എന്താണ്? എ ആണ് ഒരു ഉത്തരം. എ ആണ് ഒരു ഉത്തരം. ചെറുകിട സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന ബാങ്കാണ് അല്ലെ. ഇനി അടുത്തൊരു ചോദ്യം ഞാൻ കാണിച്ചു തരട്ടെ. ഈ ചോദ്യമൊക്കെ പണ്ട് ഞാൻ കൊണ്ടുവന്നപ്പോൾ എനിക്ക് വട്ടാണെന്ന് കുറെ ആൾക്കാർ പറയുന്നു. പക്ഷെ പിള്ളേരെ വിശ്വസിച്ച് പഠിച്ചു എന്ന് അവർക്ക് തന്നെ ബെനിഫിറ്റ് കിട്ടി. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി, നൽസ എന്ന് പറയും. നൽസ കേരളത്തിലെ കേരള ലീഗൽ സർവീസ് അതോറിറ്റി, കെൽസ. ഇത് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ UPSC ഒരു പ്രാവശ്യം ഒരു ഹോട്ട് ടോപ്പിക്കാണ് അല്ലെ. ഇന്ത്യയിൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സർവീസുകൾ ആർക്കൊക്കെയാണ് കിട്ടുന്നത്? നമ്മൾ പറയുന്നൊരു കാര്യമാണ്. തീരെ പാവപ്പെട്ടവർക്കാണ് സർക്കാർ സൗജന്യമായിട്ട് വക്കീലുമാരെ വെച്ചു കൊടുക്കുന്നത്. അതാണ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ജോലി. ആർക്കാണത് കൊടുക്കുന്നത് എന്നുള്ളത് PSCയുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ ഞാൻ അത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ബിക്കോസ് കഴിഞ്ഞ ഫയർമാൻ പരീക്ഷയിൽ ആ ചോദ്യം വന്നിരുന്നു. നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ത്? അപ്പൊ അതുകൊണ്ട് തന്നെ കോമൺ സെൻസ് ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. കാര്യം കുറെ ക്രൈറ്റീരിയ എല്ലാം കൂടെ നമുക്ക് പഠിച്ചിട്ട് പോകാൻ നോക്കുന്നത്. ഇതിന്റെ ബേസിക് ഫിലോസഫി ഒന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് UPSC ചോദ്യങ്ങളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. UPSC ചോദ്യത്തിനകത്ത് പറയുന്നൊരു കാര്യമാണ് ലീഗൽ സർവീസ് അതോറിറ്റി ഓൾ സീനിയർ സിറ്റിസൺ എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. അപ്പൊ വിജയ് മല്യയും സീനിയർ സിറ്റിസൺ ആണ്. അപ്പൊ പുള്ളിക്ക് വക്കീൽ അല്ലെങ്കിൽ സർക്കാർ കാശ് മുടക്കി സർക്കാർ വക്കീലിന് വെച്ചു കൊടുക്കും വിജയ് മല്യയെ. അപ്പൊ ഫോർത്ത് സ്റ്റേറ്റിന് തെറ്റാണ്. അപ്പം തന്നെ 2 എണ്ണം എലിമിനേറ്റ് ആയിപ്പോയി. ഈ രീതിയിലായിരുന്നു ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നോക്കൂ, നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി പാവപ്പെട്ട ആൾക്കാർക്ക് ലീഗൽ സർവീസ് കൊടുക്കുന്ന ഒരു ഏജൻസിയാണ് അല്ലെ. ഫയർമാൻ പരീക്ഷയിൽ സിമിലർ ചോദ്യം വന്നത്. ഈ കൂടുതൽ പാവപ്പെട്ടവരാരാ, അല്ലെങ്കിൽ സമൂഹത്തിലെ പാർശ്വവൽകൃത വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരാരാ? ഭിന്നശേഷിക്കാർ എന്തായാലും ഉണ്ട്, നമുക്കറിയാം. 3 എന്തായാലും ഉണ്ട്. അപ്പം തന്നെ C പോയി. AO BO DO ആയിരിക്കും ഉത്തരവായിട്ട് വരിക. ഇവിടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് എല്ലാത്തിലും ഉണ്ടല്ലോ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഭിന്നശേഷിക്കാർ നമുക്കത് മനസ്സിലായി. സ്ത്രീകളും കുട്ടികളും സമൂഹത്തില് ഏറ്റവും പാർശ്വവൽകൃത സമൂഹത്തിലെ അംഗങ്ങളല്ലേ സ്ത്രീകളും കുട്ടികളും. അവരെന്തായാലും വന്നല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞാൻ നേരത്തുള്ള സ്റ്റേറ്റ്മെന്റിന്റെ വിപരീതം ആലോചിക്കുക. സ്ത്രീകൾക്കും കുട്ടികൾക്കും ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പരിരക്ഷ കിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ശരിയാവില്ലല്ലോ. അപ്പൊ ഇത് ശരിയായില്ലേ പറ്റുള്ളൂ. അതുപോലെ വ്യവസായശാലകളിലെ തൊഴിലാളികൾക്ക് ഇതിന്റെ സർവീസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുക. ഇതാണ് അനലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സസൈസ് ആണ്. എന്റെ കൂടെ നിങ്ങൾ എക്സസൈസ് ചെയ്തേ. ഒരു പാവപ്പെട്ട ഒരു വ്യവസായശാലയിലെ തൊഴിലാളിയെ വിഷ്വലൈസ് ചെയ്യുക. പുള്ളിക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളിക്ക് ഗവൺമെന്റ് നിയമസഹായം കൊടുക്കില്ല. അത് ശരിയാവില്ല. അതിലെന്തോ പ്രശ്നം. അപ്പൊ ഇത് കറക്റ്റ് ആയേ പറ്റുള്ളൂ. ഇതാണ് സ്ട്രെസ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്. സ്ട്രെസ് മാനേജ് ചെയ്ത് കൂൾ മൈൻഡോട് കൂടി ഒരു ബ്യൂറോക്രാറ്റ് ചിന്തിക്കുന്നവർ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം നമുക്ക് ഡിയിലേക്ക് എത്താൻ സാധിക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചിലപ്പോൾ ഇത് തെറ്റും. എലിമിനേഷൻ ടെക്നിക്സ് കോമൺ സെൻസ് ഉപയോഗിക്കുമ്പോൾ ചിലപ്പം തെറ്റും. കാര്യം 10 ചോദ്യങ്ങൾ ഇത്തരത്തിൽ അറ്റൻഡ് ചെയ്താൽ 7 എണ്ണം ശരിയാക്കുക, 3 എണ്ണം തെറ്റുക. അത് കുഴപ്പമില്ല, തെറ്റിക്കോട്ടെ. ഇതിൽ 6 മാർക്ക് നമുക്ക് ലാഭമാണ്. ആ 6 മാർക്ക് 20 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് 12 മാർക്ക് കിട്ടി. അതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഒന്ന് അതിന്റെ യഥാർത്ഥ കോണ്ടെക്സ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇപ്പൊ സിവിൽ സർവീസസ് ടോപ്പേഴ്സിന്റെ വീഡിയോ നിങ്ങൾ കാണാം. എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, പ്രിലിംസ് പരീക്ഷ എഴുതുമ്പോൾ അവർക്കൊരു 30-40 ചോദ്യങ്ങൾ അറിയത്തുള്ളൂ. പക്ഷേ ബാക്കി ചോദ്യങ്ങളൊക്കെ അവർ ഇങ്ങനെ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് കറക്കി കുത്തിയാണ് ഒരു 60-70 ചോദ്യങ്ങൾ ശരിയാകുന്നത്. ആ പാറ്റേണിലാണ് കേരള PSC. ആ രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കുക. ഇത് രസകരമായിട്ടുള്ള പഠനമല്ലേ. ഇത്തരത്തിൽ ചിന്തിക്കാനും ഇപ്പൊ പണ്ടൊക്കെ കാണാതെ പഠിച്ച് നമ്മൾ ബോറടിക്കണം. ഇപ്പൊ വളരെ രസകരമായിട്ട് ഒരു ഗെയിം കളിക്കുന്നത് പോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. ഈ പാറ്റേണിലേക്ക് വരുമ്പോഴാണ് ഏറ്റവും മികച്ച ബ്യൂറോക്രാറ്റ്സുകൾ ഇവോൾവ് ചെയ്യാന്ന് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നു. ബിക്കോസ് UPSC ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. 21ാമത് ചോദ്യം ഇത് ക്യാൻസൽഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഭരണഘടനയിലെ നമ്മുടെ മൗലിക കർത്തവ്യങ്ങളെ പറ്റിയുള്ള ചോദ്യമാണ്. നമ്മൾ ഈ ക്ലാസ് നോട്ട്സ് നിങ്ങൾ യൂസ് ചെയ്യാം. ക്ലാസ് നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. മറ്റൊരു ചോദ്യം 22ാമത് ചോദ്യം. ഇതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമാണ്. കാര്യം നമ്മുടെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്?
ഇതിനകത്ത് നമ്മൾ ക്ലാസ്സിൽ ടെസ്റ്റ് 1 ഞങ്ങളുടെ ആദ്യത്തെ ഫ്രീ ടെസ്റ്റ് ആണ്. ഇപ്പൊ ഞങ്ങൾ LSGS SA കേരള ബാങ്ക് ഫ്രീ ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ദയവായി അത് അറ്റൻഡ് ചെയ്യുക. ആപ്പിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആപ്പ് എന്ന് പറയുമ്പോൾ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല. പഠിക്കണമെന്നുള്ള ആൾക്കാർക്ക് ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പേ ഉള്ളൂ. വലിയ ഒരു ഹൈടെക് സംഭവമൊന്നും അല്ല. പക്ഷെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അത് കുറെ മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അത് ആ ടെസ്റ്റിൽ അറ്റൻഡ് ചെയ്താൽ തന്നെ. ഇതിന്റെ PDF ഞാൻ ടെലിഗ്രാമിൽ നാളെ ഇടുന്നതാണ്. ആ ടെസ്റ്റുകളുടെ ധാരാളം ചോദ്യങ്ങൾ ഉടനെ വരും, നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ട്. ഈ ചോദ്യവും ഞങ്ങളുടെ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റിന് അതിട്ടുള്ളതായിരുന്നു. ഇവർ കൃത്യമായി പറയുന്നൊരു കാര്യമാണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കോഡാണ് ഏട്ടൻ. മേജർ മഹാദേവനായിട്ട് അഭിനയിച്ച ലാലേട്ടനാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം മേജർ കമ്മിറ്റികൾ 8 എണ്ണമാണ്. ഏട്ടൻ, മേജർ മഹാദേവൻ, ലാലേട്ടൻ, അങ്ങനെ ഇത് ഇതിന് മറക്കത്തില്ല നിങ്ങൾ. അപ്പൊ സഭയിൽ ഈ പറയുന്ന പ്രധാനമായും 8 കമ്മിറ്റികളാണ്. മേജർ കമ്മിറ്റി, പ്രധാനമായ കമ്മിറ്റിയിൽ 8 എണ്ണമാണുള്ളത്, 9 അല്ല. അതിന് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ തന്നെ നമ്മുടെ ഉത്തരം എയിലേക്ക് എത്തി. ഇത് കൃത്യമായിട്ട് നമ്മൾ ടെസ്റ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 16 അത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഒരു കോഡ് നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങൾക്കത് ഭാവിയിൽ ഉപകാരപ്പെടും. എനിക്ക് ഒരു വിഷമം വെച്ചാൽ ഈ കോഡ് ഞാൻ ക്ലാസ്സിൽ പറയാൻ വിട്ടുപോയി. പക്ഷെ ഇത് കൃത്യമായിട്ട് നമ്മൾ നോട്ട്സ് കൊടുത്ത് പിള്ളേർക്ക് പഠിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഓരോ പരീക്ഷ ഞങ്ങൾക്കൊരു വെളിപാടാണ്. ഞങ്ങൾക്ക് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എല്ലാം എന്താ പറയുക, ഓരോ പരീക്ഷ കഴിയുമ്പോഴും നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും PC ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങളും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കും കുറെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഓരോ PC പരീക്ഷ കഴിയുമ്പോഴും ഞങ്ങൾക്ക് തിരിച്ചറിവ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ PSC ഒരു പാറ്റേൺ വളരെ രസകരമായിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം എന്തൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടല്ലോ, 1 സെക്കൻഡ്. യെസ്, ഈ ഒരു ചോദ്യം 23ാമത്തെ ചോദ്യം. ഇതൊക്കെ നമ്മൾ എക്സ്റ്റൻസീവ് ആയിട്ട് തന്നെ ക്ലാസ്സസിൽ നോട്ട്സ് ഒക്കെ കൊടുത്ത് പഠിപ്പിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടമെടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദ്യം. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തിട്ടുള്ള കാര്യങ്ങൾ എന്താ? മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയാണെന്ന് എല്ലാവർക്കും അറിയാം. ബിക്കോസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡിൽ നിന്നുള്ളത്. അപ്പൊ അത് എലിമിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തി. ഉത്തരം C ആണ്. ഇവിടെ ഒരു സൂചനയുണ്ട്, അടുത്ത പരീക്ഷയിൽ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ ഏത് രാജ്യത്ത് നിർത്താമെന്ന് ചോദിക്കും. ഇത് പൊതുവെ നമ്മൾ അങ്ങനെ കാണുന്നല്ല. ഇംപാർഷ്യൽ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം. ഇനി മറ്റൊരു കാര്യം പറഞ്ഞു തരട്ടെ, നിയമവാഴ്ച, റൂൾ ഓഫ് ലോ, അത് ഏത് രാജ്യത്ത് നിർത്തുക? അത് ബ്രിട്ടൻ ആണ്. അപ്പൊ ഇത് തിരിഞ്ഞോ? ഇതൊക്കെ അടുത്ത റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്. ഇതൊക്കെ PSC ക്രൂരന്മാരല്ല. ഇപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് എടുത്തെങ്കിൽ തന്നു, കുഴപ്പിക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് ഇനി അടുത്ത പരീക്ഷയിൽ അവർ ഡിഫിക്കൽട്ട് ആയിട്ട് ചോദിക്കാൻ പോകുന്നത്. PSCയുടെ പാറ്റേൺ അനുസരിച്ച് PSCയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടും. PSCയെ എന്താ പറയാ വിമർശിച്ച് PSCയെ എന്താ പറയാ നമ്മൾ ഒരു ശത്രുപക്ഷത്ത് കാണാതിരിക്കുക. നമുക്ക് ജോലി കിട്ടാൻ ഏറ്റവും നല്ല മെന്റാലിറ്റിയും PSC ഇഷ്ടപ്പെടുക എന്നുള്ളത് തന്നെയാണ്. പല ന്യൂനതകളുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ജോലിയാണ്, ജീവിതമാണ് പ്രധാനം. അപ്പൊ PSC പറയുന്നത് കേട്ട് ഈ രീതിയിൽ അങ്ങ് പഠിച്ചങ്ങ് പോവാം. ബിക്കോസ് അടുത്ത പരീക്ഷയിൽ വരാൻ പോകുന്നത് നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ ഏത് രാജ്യത്ത് നിന്ന്, നിയമവാഴ്ച ഏത് രാജ്യത്ത് നിന്ന്. നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ അമേരിക്കയിൽ നിന്നാണെങ്കിൽ നിയമവാഴ്ച എവിടെ നിന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. AV ഡൈസി എന്ന് പറയുന്ന ജൂറിസ്റ്റ് കൊണ്ടുവന്നതാണ്. റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണത്. അഡീഷണൽ ഡേറ്റ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, ഒക്കെ നോട്ട് ചെയ്യാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഡയറി ഉണ്ടെങ്കിൽ ദയവായി ഡയറി എടുത്ത് വെച്ചിട്ട് അത് നോട്ട് ചെയ്യാം. 24ാമത്തെ ചോദ്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യമാണെന്ന് പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞിരുന്നു. പക്ഷെ ഇത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു. പ്രസൻസ് ഓഫ് മൈൻഡ് ആണ് വേണ്ടതെന്നേ ഉള്ളൂ. ചോദ്യം എന്നത് ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങളേവ. ഞങ്ങളുടെ സീരീസിൽ 2ാമത്തെ ടെസ്റ്റിന്റെ 16ാമത്തെ ചോദ്യത്തിനകത്ത് ഇതെല്ലാം അക്കമിട്ട് കൊടുത്തിട്ടുണ്ട്. അർദ്ധ ഫെഡറൽ സമ്പ്രദായം കാനഡയാണ്. കാനഡ കൃത്യമായി കാനഡയിൽ എന്തൊക്കെ എടുത്തിട്ടുണ്ട്, ബ്രിട്ടനിൽ എന്തൊക്കെ എടുത്തിട്ടുണ്ട് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തതാണ്. കാനഡയാണ് അർദ്ധ ഫെഡറൽ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ അതിന് ഉത്തരം ബിയിലേക്ക് എത്തി. ചില ആൾക്കാർക്ക് സംശയം, കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്താണ്? ഇതൊക്കെ PSC മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. നമ്മുടെ ഫയർമാൻ പരീക്ഷയിലാണെന്ന് തോന്നുന്നു. കാര്യം ഇതിന്റെ ക്ലൂ നമുക്കിരിക്കുന്ന 27ാമത്തെ ചോദ്യത്തിനകത്താണ്. നമുക്ക് ആ ചോദ്യം ഒന്ന് കണ്ടാലോ. 27 യെസ്, കണ്ടോ? കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയും ബ്രിട്ടനും ഒരു ഉദാഹരണമാണ്. കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 24ാമത്തെ ചോദ്യത്തിന് ലിങ്ക് ഇവിടെ ഉണ്ട്. ബ്രിട്ടനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള സമ്പ്രദായമാണ് അല്ലെ. ഈ ചോദ്യം എവിടെ നിന്ന് വന്നെന്നറിയോ? ഞങ്ങൾ മെയ് 8ാം തീയതി ടെലിഗ്രാം ചാനലിന്റെ നോട്ട്സ് സഹിതം കൊടുത്ത് പിള്ളേർക്ക് പഠിക്കാൻ പറഞ്ഞതാണ്. നമ്മുടെ ഹെയർ സിസ്റ്റം, ലിസ്റ്റ് സിസ്റ്റം എന്നീ 2 സിസ്റ്റങ്ങളിൽ നിന്നും PSC ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഇത് ചോദിച്ചത് 11ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് SCERT-യിലെ 49ാമത്തെ പേജിൽ നിന്നാണ്. ആ പേജുകൾ പഠിച്ചിട്ട് പോയ ആൾക്കാർക്ക് ഈ ചോദ്യം എല്ലാം എളുപ്പമാണ്. നിങ്ങൾ പറഞ്ഞ ടെലിഗ്രാമിൽ ഞങ്ങൾ കുറച്ച് കണ്ടന്റുകളാണ് ഡെയിലി തരുന്നത്, ഓവർലോഡ് ആവാതിരിക്കാൻ വേണ്ടി. തരുന്ന കണ്ടന്റുകൾ പഠിക്കാതെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. രാവിലെ ഒരു മോക്ക് ടെസ്റ്റ്, വൈകിട്ട് ഇത്തരത്തിലൊരു PDF.
ഡെയിലി നിങ്ങൾ 1 മണിക്കൂർ മാത്രം അവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇത്തരം റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ കിട്ടും. ഇത് മാത്രം പഠിച്ചിട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് 24ഉം 27ഉം ഒക്കെ പാട്ടും പാടി ഉത്തരം എഴുതിയിട്ട് വരാം. അപ്പൊ 24 ഉത്തരം അതുകൊണ്ട് തന്നെ ബി ആണ് കേട്ടോ. കേവല ഭൂരിപക്ഷ സമ്പ്രദായം ബ്രിട്ടനിൽ നിന്നാണ്. നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടനിൽ നിന്നാണ്. ലോ മേക്കിംഗ് പ്രോസസ്. ഇനി ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, നീതിന്യായ പ്രക്രിയ ബ്രിട്ടൻ, നിയമവാഴ്ച ബ്രിട്ടൻ, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ ഇത് അമേരിക്ക. അപ്പം കൺഫ്യൂസിങ് ഫാക്ടുകൾ PSC പുതിയതായിട്ട് ചോദിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പം ഇതൊക്കെ കമ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയാം, കുറച്ച് ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ എന്ന് എനിക്കറിയാം. കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. പ്ലേയിങ് ടു ദ ഗാലറി എന്ന് പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം പഠിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ എനിക്കറിയാം എനിക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കൂടും. പക്ഷേ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു പാറ്റേണിലേക്ക് നിങ്ങൾ ഒരു 2 കൊല്ലത്തിനകമെങ്കിലും എല്ലാവരും തിരിച്ചാണ് ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഇപ്പം ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടാലും 2 years ഡൗൺ ദ ലൈൻ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്ന പ്രതീക്ഷ ഞങ്ങൾ ഇരിക്കുന്നത്. ഇപ്പം നിലവിൽ തന്നെ 1,16,000-ഓളം മെമ്പേഴ്സ് നമ്മുടെ യൂട്യൂബിൽ അംഗീകരിച്ചിട്ടുണ്ട്. ടെലിഗ്രാമിലെ 57,000-ഓളം മെമ്പേഴ്സും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്കൊരു ഒരുമിച്ച് ഒരു റെവല്യൂഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എക്സ്ട്രീംലി അഫോർഡബിൾ ആയിട്ട് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റിൽ തന്നെ PSC നിങ്ങൾക്ക് പഠിക്കാം. അതും ഏറ്റവും ഹയസ്റ്റ് സ്റ്റാൻഡേർഡിൽ, ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ തന്നെ PSC പരീക്ഷകൾ നമുക്ക് തയ്യാറെടുക്കാം. ഓക്കെ, അടുത്തൊരു ചോദ്യം, 25ാമത്തെ ചോദ്യം. ഭരണഘടനയിലെ 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? ഞങ്ങൾ ടെസ്റ്റ് 2-നകത്ത് 19 ആർട്ടിക്കിൾ 19(1) ഉണ്ട്. ആർട്ടിക്കിൾ 19(1)A, B, C, D, E, F, G ഇതെല്ലാം പഠിപ്പിച്ചിട്ടാണ് ഉള്ളത്. കൃത്യമായി പറയുന്നുണ്ട് സഞ്ചാര സ്വാതന്ത്ര്യവും സംഘടനാ രൂപീകരണ സ്വാതന്ത്ര്യം എന്നുള്ളത്. പോട്ടെ, നിങ്ങൾ അത് അറിയില്ലെന്ന് തന്നെ വെക്കട്ടെ. എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്താലോ? 19ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന എന്ന ചോദ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 21A ആണ്. അപ്പൊ 2 എന്തായാലും വരില്ല. 2 എന്തായാലും വരാത്തതുകൊണ്ട് തന്നെ A പോയി, C പോയി, D പോയി, ഉത്തരം ബിയിലേക്ക് എത്തി. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, ആഴത്തിൽ പഠിക്കണം, കഷ്ടപ്പെട്ട് പഠിക്കണം. പക്ഷെ എക്സാം ഹോളിൽ സമയം ലാഭിക്കാൻ കോമൺ സെൻസ് ഉപയോഗിക്കണം. അപ്പൊ നിങ്ങൾ അൺബീറ്റബിൾ ആവും, ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. അതിന് ഉദാഹരണമാണ് 26ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്ത്? ഇത് കൃത്യമായി ക്ലാസ്സസിനകത്ത് ബെയർ ആക്ട് വെച്ച് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് പലതും. പിന്നീട് ടെസ്റ്റ് സീരീസിനകത്ത് അതിന്റെ നോട്ട്സ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാര്യം ബെയർ ആക്ട് എന്നാണ് നമുക്ക് ഏറ്റവും പഴുതടച്ച് പഠിക്കാൻ പറ്റുക, ബെയർ ആക്ട് നിന്ന് തന്നെയാണ്. അപ്പൊ ഈ ഒരു സംഭവത്തിനകത്ത് ടെസ്റ്റ് 5 ക്വസ്റ്റ്യൻ നമ്പർ 49 കൃത്യമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കമ്മീഷനിൽ 6 അംഗങ്ങളാണ് അല്ലെ, ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളാണ് വരുന്നത്. ഇനി PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീയിൽ D ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ശരിയായിട്ടുള്ള ഉത്തരം C ആണ് വരേണ്ടത്. കാര്യം സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയും ഹൈക്കോടതിയിലെ മുൻ ജഡ്ജിമാർ ഇതിന് അംഗങ്ങളായിട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ നമുക്കൊന്ന് എന്താണ് PSCയുടെ ഫൈനൽ ആൻസർ കീ നമുക്ക് നോക്കാം. ഇത് മാറാനാണ് സാധ്യത കൂടുതൽ. 27ാമത്തെ ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. PSC മുമ്പ് കൃത്യമായ സൂചന തന്നിട്ടാണ് ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്, വെറുതെ കയറി ചോദിച്ചതല്ല. ഞങ്ങൾ ഇവിടുന്ന് ചോദ്യം വരും എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നതാണ്. ചോദ്യം വന്നു. അന്ന് ഇത് പഠിച്ച കുട്ടികളൊക്കെ ഇന്ന് ഞങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഈ പൊളിറ്റിക്കൽ സയൻസ്, കാര്യം LDC 10ാം ക്ലാസ് പരീക്ഷ നിലവാരത്തിലുള്ളതാണല്ലോ. +1 +2 പഠിക്കേണ്ട എന്നായിരുന്നു പൊതുവെ ആൾക്കാരുടെ ധാരണ. പക്ഷെ +1 +2 ടെക്സ്റ്റിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷ സമ്പ്രദായം, അതായത് നമുക്ക് 2 ടൈപ്പ് സിസ്റ്റംസ് ഉണ്ട്. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാം. പ്രൊപ്പോർഷണൽ റിപ്രസെന്റേഷൻ ഉണ്ട്, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം ഉണ്ട്. അതിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഉത്തരം A ആണ്. ഈ NCERT മാത്രം പഠിച്ച് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാണ്. അഡീഷണൽ നോട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, യെസ്. 29ാമത്തെ ചോദ്യത്തിന് ഉത്തരം D ആണ്. രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പിനെ എന്നാണ് ഒരു ഡിഫിക്കൽട്ടി ഇതിനകത്ത് പല ആൾക്കാർക്ക് വന്നത്. എങ്ങനെയാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്? ഒരു രാഷ്ട്രപതി അല്ല, ഉപരാഷ്ട്രപതി. പക്ഷെ ഞങ്ങൾ കൃത്യമായിട്ട് ക്ലാസ്സസിൽ പഠിപ്പിച്ചതാണ് ഇതൊക്കെ. ഇത്ര ആലോചിച്ചാൽ മതി. പ്രസിഡന്റിനെ പുറത്താക്കുന്ന അതേ ടീം ഉണ്ടല്ലോ, ലോക്സഭയിലെ രാജ്യസഭയിലെ ആൾക്കാർ, അവർ തന്നെയാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ടീമിനകത്തുള്ളത്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഒരു വെടിക്ക് 2 പക്ഷി. അതായത് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്ന ബോഡിക്കകത്ത് ഈ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഒന്നും ഇല്ല. പക്ഷെ പ്രസിഡന്റിനെ പുറത്താക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇവരുണ്ട്. ഇതേ ടീം തന്നെയാണ് വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. ഞാൻ വേണമെങ്കിൽ ആ ടോപ്പിക്കിൽ മറ്റൊരു വീഡിയോ ചെയ്യാം. കുറച്ച് ഡീപ്പായിട്ടുള്ള ഏരിയ ആണ് വൈസ് പ്രസിഡന്റ് എന്നുള്ളത്. ഓക്കെ, പക്ഷെ കൃത്യമായി ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര അനുച്ഛേദങ്ങൾ 63 മുതൽ 67 വരെയുള്ള അനുച്ഛേദങ്ങൾ പഠിച്ചിട്ട് പോവുക. എങ്ങനെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള ക്ലാസ്സസും ഈ ഒരു ഇത് നോക്കി പഠിക്കാം. അടുത്ത ഘട്ടത്തിൽ ഇതൊക്കെ വരും, അല്ലെങ്കിൽ ഇതിനുള്ള PSC പരീക്ഷയിൽ വരാനുള്ള സാധ്യത വളരെ അധികമാണ്. 30ാമത്തെ ചോദ്യം. ഇത് നമ്മളെ എന്താ പറയാ, നമ്മുടെ മൈൻഡ് ഗെയിം, ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള മൈൻഡിനെ പറ്റിക്കുന്ന ചോദ്യമാണ്. ബിക്കോസ് ചോദ്യം 73ാം ഭരണഘടനാ ഭേദഗതി ശരിയായ പ്രസ്താവന എന്ത്? ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പഞ്ചായത്തിനെ പറ്റി പ്രതിപാദിക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റോ
12ാം ഷെഡ്യൂളിലാണോ 73ാം ഭേദഗതിയെ പറ്റി പറയുന്നത്? ആണോ? 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിനെ പറ്റിയല്ലേ ഇതിനകത്ത് പറയുന്നത്? 73ആണോ? അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ നോട്ട്സിൽ കട്ടയ്ക്ക് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ വെച്ച് നിങ്ങൾ പഠിക്കാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഉണ്ട് അല്ലെ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, എൻഫോഴ്സ്മെന്റ് റെയ്ഡുകൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കേട്ടാണ്. സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണവുമായി ബന്ധപ്പെട്ട റെയ്ഡുകളാണത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സാമ്പത്തികമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ധനകാര്യ മന്ത്രാലയത്തിൽ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം. പക്ഷെ അതങ്ങനെ റിസ്ക് എടുക്കണ്ട, അറിയാമെങ്കിൽ മാത്രം അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. ഓക്കെ. തേർഡ് സ്റ്റേറ്റ്മെന്റ്, രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറായി ചുമതല വഹിക്കുന്നത്. ഓക്കെ. അപ്പം ഇതൊരു ഡിഫിക്കൽട്ട് ചോദ്യം തന്നെയായിരുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പഠിക്കാതെ ആരും എക്സാം ഹോളിലേക്ക് പോകരുത്. ഓക്കെ. 32ാമത്തെ ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ഇതിൽ അതിഭീകരമായ സൂചന, അടുത്ത PSC ചോദ്യം എന്താണ് എന്നുള്ളതിന്റെ അതിഭീകരമായ ഒരു വെർഷനാണിത്. ഇവിടെ ഈ ചോദ്യത്തിന്റെ ഉത്തരം D ആണ് അല്ലെ? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്. സത്യമാണ്. മന്ത്രിസഭയെ ഗവർണർ, മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത് മന്ത്രിമാരെ. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഇത് UPSC സ്ഥിരം വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി, ദാറ്റ് ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ ഓർ ദ ലോക്സഭ എന്ന് പറയാം. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം ഇത് ഗവർണറിനോടല്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലിയോടാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവിശ്വാസ പ്രമേയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇതൊരു സൂചനയാണ്. PSC ഇതുവരെ പോയിട്ടില്ലാത്ത മറ്റൊരു മേഖലയിലേക്ക് PSC കടക്കാൻ പോവുകയാണെന്നുള്ള സൂചനയാണ്. ഇത് പഠിക്കാം. അവിശ്വാസ പ്രമേയം എന്താണ്, കൂട്ടുത്തരവാദിത്തം, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അതെന്താണ്. ഈ 3 കാര്യങ്ങളും പഠിച്ചിട്ട് അടുത്ത പരീക്ഷയിൽ പോവാം. 33ാമത്തെ ചോദ്യത്തിന് ഉത്തരം A ആണ്. ഇത് എന്താ പറയാ, നല്ലൊരു ചോദ്യമാണ് അല്ലെ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ല. ഭരണകാര്യങ്ങൾ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ഗവർണറെ ചിലപ്പം മുഖ്യമന്ത്രി ആയിരിക്കും സഹായിക്കുന്നത്. ഓക്കെ, തിരിച്ചല്ല. ഗവർണറും മുഖ്യമന്ത്രിമാരും തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റിലാണല്ലോ, അത് വെച്ച് ആലോചിച്ചാലും മതി. ഭരണകാര്യങ്ങളിൽ ഗവർണർക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ സഹായം തേടാം പല കാര്യത്തിലും, അല്ലാതെ തിരിച്ചല്ല. ഓക്കെ, കാര്യം മുഖ്യമന്ത്രിയാണ് ഗവർണറിനും താഴെയുള്ളത് ഭരണഘടന അണ്ടറിൽ. അപ്പം ഗവർണറാണോ മുഖ്യമന്ത്രിയെ സഹായിക്കേണ്ടത്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹൈറാർക്കി വെച്ച് ആലോചിച്ചാൽ മതി. അപ്പം അങ്ങനെ ആലോചിക്കാം. എങ്ങനെയായാലും ഉത്തരത്തിലേക്ക് എത്തണമെന്നേ ഉള്ളൂ. ഉത്തരം A ആണ്. താഴെ പറയുന്നതിൽ മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത് എല്ലാം അതിന്റെ ഇമ്പാക്റ്റുകൾ തന്നെയാണ്. പക്ഷെ കൂട്ടത്തില് ഭക്ഷണവുമായി ബന്ധമില്ലാത്ത ഏതാ വരുന്നത്? ശരീര താപനില നിയന്ത്രിക്കൽ മാത്രമല്ല. C ആണ് അതിന്റെ ഉത്തരം. 35ന്റെ ഉത്തരം A ആണ്. സിമ്പിൾ ചോദ്യമായിരുന്നു. 36 B ആണ്. ഏതുതരം കൊഴുപ്പിനാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത് അല്ലെ? ഇത് CDS, UPSC CDS പരീക്ഷയിലൊക്കെ വന്നിട്ടുള്ളതാണ്. സാച്ചുറേറ്റഡ് ഫാറ്റ്, അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ഒക്കെ. അപ്പം അപൂരിതമായ കൊഴുപ്പാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. 38ാമത്തെ ചോദ്യം, ഇത് സിവിൽ സർവീസിനകത്ത് സ്ഥിരം ചോദ്യമാണ്. CRISPR-Cas9, ഇതിനെ നമ്മൾ വിളിക്കുന്ന മോളിക്കുലാർ സിസ്റ്റം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമായും ഉദ്ദേശിക്കുന്ന ക്യാൻസർ ചികിത്സ, അത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പാരമ്പര്യ രോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് UPSC ചോദിച്ച് അടുപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. 2019 ചോദിച്ചിരുന്നത്, 20 ചോദിച്ചെന്ന് തോന്നുന്നു. അപ്പൊ അതിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ന്യൂസിലെ കത്തി നിൽക്കുന്ന ഒരു ടോപ്പിക്കാണ് CRISPR-Cas9. ഇതിനെ മോളിക്കുലാർ കത്രിക, തന്മാത്രാപരമായ കത്രിക എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, നമ്മുടെ +1 +2 ബയോളജിയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ ധമനി ഓപ്ഷൻ C, അയോർട്ടയാണ്. ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ അധികം ഡിസ്കഷനിലേക്ക് പോകാത്തത്. അതൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. ഇപ്പൊ ഡെങ്കിപ്പനി പരത്തുന്ന ഏതുതരം കൊതുകാണ്? Aedes aegypti ആണ്. ബാക്കിയുള്ള സംഭവങ്ങളും പഠിക്കുക. ക്ലാസ് നോട്ട്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടന ആസ്ഥാനം സ്വിറ്റ്സർലൻഡ് ആണ്. നിലവിൽ വന്നത് 1948 ആണ്. ഇത് ചിലപ്പോൾ അടുത്ത പരീക്ഷയ്ക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് വെച്ച് പഠിക്കാം. 42ാമത്തെ ചോദ്യം, 42. ഇതൊക്കെ എലിമിനേഷൻ ടെക്നിക്സിന്റെ അടിപൊളി ചോദ്യങ്ങളാണ്. നിങ്ങളൊന്ന് നോക്കിയേ. പല സ്റ്റുഡൻസും പറഞ്ഞത് ഇതിനകത്ത് എലിമിനേഷൻ ടെക്നിക്സ് വളരെ ഡിഫിക്കൽട്ട് ആണെന്നാണ് പല ചോദിച്ചത്. പക്ഷേ എന്റെ ക്ലാസ്സസിൽ തീവ്രമായി ഇരുന്നിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഈസിയാണ്. നിങ്ങൾ ജസ്റ്റ് ആത്മവിശ്വാസം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനൊക്കെ അടിത്തറ. കാര്യം മനസ്സാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടതിന്റെ കാര്യം. പല ആൾക്കാരും നിങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കും. ഇത് നടക്കത്തില്ല, എക്സാം ഹോൾ നടക്കത്തില്ല, തെറ്റിദ്ധരിപ്പിക്കും. നടത്തി കാണിക്കുന്ന ആൾക്കാരാണ് റാങ്ക് ലിസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. ശ്രദ്ധിക്കുക. ഇവിടെ കണ്ടോ, 1ാം സ്റ്റേറ്റ്മെന്റ്, ധ്രുവ പ്രദേശങ്ങൾ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ഭൂമധ്യ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. അപ്പം സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2 ഓപ്പോസിറ്റ് അല്ലേ? ഏതെങ്കിലും ഒരിടത്തല്ലേ പരമാവധി മൂല്യം കാണാൻ പറ്റുള്ളൂ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2 ഓപ്പോസിറ്റ് ആണ്. ഇതിനിപ്പോ പലരും പറഞ്ഞു തുടങ്ങും സ്റ്റേറ്റ്മെന്റ് ഇൻകൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ ഒക്കെ. പറയുന്നത് കുഴപ്പമില്ല. ഇതൊക്കെ ഇരുതല മൂർച്ചയുള്ള വാളാണ്. കൃത്യമായ അവബോധം വരുത്തിയതിനു ശേഷം മാത്രം പറയാം. കാര്യം അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പരസ്പര വിരുദ്ധങ്ങളാണ്. അപ്പൊ അത് രണ്ടിനും ഒരുമിച്ച് ശരിയാവാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമേ അതിന്റെ വാല്യൂ ഹൈ ആവത്തുള്ളൂ. അപ്പൊ എയും പോയി
ഡിയും പോയി, 1ഉം 2ഉം ഒരുമിച്ച് സ്റ്റേറ്റ്മെന്റ് രണ്ടെണ്ണം പോയി. 3 രണ്ടിടത്തുണ്ട് കണ്ടോ. അപ്പൊ 3യെ പറ്റി ആലോചിച്ചിന് ബേജാറാവണ്ട. കാര്യം എന്റെ സ്റ്റുഡൻസ് ചോദ്യമല്ല വായിക്കുന്നത്, പലപ്പോഴും ഓപ്ഷൻസ് ആണ് വായിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സെക്കൻഡിനെ പറ്റി കൃത്യമായ ധാരണ വന്നപ്പോഴത്തേക്കും തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ഓട്ടോമാറ്റിക്കായി നമുക്ക് മനസ്സിലായി. അപ്പം 2 and 3 ഇതിനകത്ത് ഇനി ഏതാണ് കറക്റ്റ് ആവേണ്ടത്? അപ്പൊ ഇത്രയൊക്കെ മൈൻഡിൽ നിന്ന് കൂളാക്കി വെക്കുമ്പോൾ നമുക്കറിയാം ധ്രുവപ്രദേശങ്ങൾ ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഭയങ്കര ഹൈ ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം സി ആണെന്ന് ആലോചിക്കാം. ഒരു കടങ്കഥ ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് പറയുന്നൊരു കാര്യമാണ്, ഒരു ചേട്ടനും അനിയനും അല്ലെങ്കിൽ രണ്ടിരട്ടകള്, ഒരാള് ധ്രുവപ്രദേശം നിൽക്കുന്നു, ഒരാൾ ഇക്വേറ്റർ നിൽക്കുന്നു. അവരുടെ കയ്യിലിരിക്കുന്ന പാത്രം താഴെ വീഴുന്നു. ആരുടെ പാത്രമാണ് ആദ്യമേ താഴെ വീഴുന്നത്? കാര്യം ഗുരുത്വാകർഷണം കൂടുമ്പോഴാണല്ലോ പെട്ടെന്ന് താഴെ വീഴുക. അപ്പൊ ധ്രുവപ്രദേശത്തുള്ള അയാളുടെ കയ്യിലെ പാത്രമാണ് പറയാറുണ്ട്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. 43 ഉത്തരം ഡി ആണ്. 44 എ ആണ്. 45 ഡി ആണ്. 46 സി ആണ്. 47 സി ആണ്. 48 ഡി ആണ്. പക്ഷെ ഇനി വരാൻ സാധ്യത എന്ന് പറയുന്നത് അലൂമിനിയം, തോറിയം അല്ലെങ്കിൽ കോപ്പർ പോലുള്ള കാര്യങ്ങളാണ്. ക്ലാസ് നോട്ട്സ് കൃത്യമായിട്ട് പഠിക്കാം. 9ാമത്തെ ചോദ്യം, അതിന്റെ ഉത്തരം സി ആണ്. 49 ഉത്തരം സി ആണ്. 50 ഉത്തരം ബി ആണ്. 51 ഉത്തരം ഡി ആണ്. 52 ഡി ആണ്. 53 ബി ആണ്. 54 സി ആണ്. 54 എ ആണ്. 56 ഡി ആണ്. കാര്യം ഇതൊക്കെ ഫാക്ച്വൽ ചോദ്യങ്ങളാണ്. 57 ഇന്തോനേഷ്യ ആണല്ലേ. ഫിഫ 2023 ആതിഥേയം വഹിച്ച ഏത് രാജ്യം എന്ന് വെച്ചാൽ ടെസ്റ്റ് സീരീസ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ് കറണ്ട് അഫയേഴ്സ്. അടുത്തത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ടെസ്റ്റ് സീരീസിൽ കൂടെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം കറണ്ട് അഫയേഴ്സ് ടെസ്റ്റ് 1 പറയുന്ന ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 94, മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നുള്ള ചോദ്യം അല്ലെ. പ്രിയ എസ് എസ് ആണ്. പ്രിയ എസ് എസ്. കൃത്യമായി ബാക്കിയുള്ള ഡേറ്റായും വായിച്ചിട്ട് പോവുക. ഇത് ഫിഷിംഗ് ആണ്. 59ാമത്തെ ഉത്തരം. അതിനെപ്പറ്റി ധാരാളം ചർച്ചകളും വാർത്തകളും വരുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് സീരീസിന് അത് കവർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. 60 ഉത്തരം ഡി ആണ്. 61 എ ആണ്. ടെസ്റ്റ് സീരീസ് കവർ ചെയ്തിട്ടുള്ളതാണ്. 62 ഉത്തരം ബി ആണ്. 62 നല്ലൊരു ചോദ്യമായിരുന്നു. 62 വളരെ നല്ലൊരു ചോദ്യമാണ്. അതിന് ഉത്തരം ബി ആണ്. ഇനി റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 63 നമുക്ക് 2019 സിവിൽ സർവീസ് സ്റ്റുഡൻസിന് വന്നിട്ടുള്ളതാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്താണെന്നുള്ളത്. ഓഗ്മെന്റഡ് റിയാലിറ്റി. ഇനി അടുത്ത് വരാൻ പോകുന്ന ചോദ്യം വിർച്വൽ റിയാലിറ്റി എന്താണ്? വിർച്വൽ റിയാലിറ്റി രണ്ടും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഓഗ്മെന്റഡ് റിയാലിറ്റിയും വിർച്വൽ റിയാലിറ്റി നമ്മൾ കൃത്യമായിട്ടുള്ള ഡിഫറൻസ് പഠിച്ചിട്ട് പോവുക. അതിൽ നിന്നായിരിക്കും ഇനിയുള്ള ചോദ്യങ്ങൾ വരാൻ ഏറ്റവും അധികം സാധ്യത. അന്ന് UPSC ഏറ്റവും ചലഞ്ചിങ് ചോദ്യം 2019 ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഇതിപ്പം ന്യൂസിൽ കത്തി നിൽക്കുവാണ്. അതുകൊണ്ട് ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് വരും. 64ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എലിമിനേഷൻ ടെക്നിക്സ് വെച്ചൊന്ന് കണ്ടെത്തി നോക്കിയാലോ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്ത ഉറപ്പ് നൽകുന്നില്ല. ഇതിനകത്ത് ഏതൊരു അവകാശം ഉപഭോക്താവിന് കിട്ടുന്നില്ല. അത് ഏതാണെന്ന് ചോദ്യം. തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണോ, ചൂഷണത്തിനുള്ള അവകാശമാണോ, കേൾക്കാനുള്ള അവകാശമാണോ, പരിഹാരം തേടാനുള്ള അവകാശമാണോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ഇത് ചൂഷണത്തിലുള്ള അവകാശമാണ്. ചൂഷണത്തിലുള്ള അവകാശം. ആരെയും ചൂഷണം ചെയ്യാൻ ആർക്കും അധികാരമില്ല. അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആരെയും ചൂഷണം ചെയ്യാൻ ആർക്കും അധികാരമില്ല. അപ്പം ചൂഷണത്തിലുള്ള അധികാരം ആർക്കും കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ അതാണ് ഉപഭോക്താവിന്റെ ചൂഷണത്തിലുള്ള അധികാരത്തിന്റെ കേസിൽ വരുന്നത്. യെസ്. 65ാമത്തെ ചോദ്യം. ഈ ഒരു നേതൃ ക്വസ്റ്റ്യൻ രസകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഓർമ്മ വരുന്നത്, ചില ബിരുദന്മാര് നമ്മുടെ ചില അഫോർഡബിൾ ബാച്ചസ് എടുക്കും. ഇപ്പം LSTD സെക്രട്ടറിയുടെ ഒക്കെ ബാച്ചസ് നമ്മൾ എടുത്തിട്ടുള്ള ആൾക്കാർ ക്ലാസ്സൊക്കെ ഓൾമോസ്റ്റ് തീരാറായപ്പോഴത്തേക്കും റീഫണ്ട് ചോദിക്കും. നോട്ട്സും എല്ലാം ഡൗൺലോഡ് ചെയ്ത് വീഡിയോ എല്ലാം കണ്ടു തീർത്ത് സെറ്റായിട്ട് നമുക്ക് ക്ലാസ് വേണ്ട എന്നുകൊണ്ട് റീഫണ്ട് ചോദിക്കും. ഒരു 3-4 മാസം ക്ലാസ് ഇരുന്നിട്ടാണ് ചോദിക്കുന്നത്. അത് ഉപഭോക്താവ് ചൂഷണം ചെയ്യുന്നൊരു കാര്യമാണല്ലേ. അപ്പൊ അത് വളരെ രസകരമായിട്ടുള്ള അത്തരത്തിലുള്ള ഇൻസിഡന്റ് ഉണ്ട്. അപ്പം നിങ്ങളൊരു ഒരു മൊബൈൽ ഫോൺ കടയിൽ പോയി മൊബൈൽ ഫോൺ വാങ്ങിക്കുന്നു. അത് ഉപയോഗിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ആ മൊബൈൽ ഫോൺ അതേ കടയിൽ തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് കാശ് തിരിച്ചു തരാൻ പറയുന്നു. അപ്പൊ അത് അവരെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ. എല്ലാം ഉപയോഗിച്ചതിന് ശേഷം ചൂഷണം ചെയ്യുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പം പെട്ടെന്ന് കണക്ട് ചെയ്തൊരു രസകരമായിട്ടുള്ള ഒരു എക്സാമ്പിൾ അതാണ്. ഉപഭോക്താവിന് ചൂഷണത്തിനുള്ള അവകാശം ഇല്ല എന്നുള്ളത്. യെസ്. 65ാമത് ചോദ്യം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങളിൽ ഇതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നല്ലൊരു ചോദ്യമാണ്. 1990 10ാം വകുപ്പിലാണ്. എ ആണ് ഉത്തരം. 66ന്റെ ഉത്തരവും എ ആണ്. പക്ഷെ ഇതിന്റെ ഉത്തരം ഒരുപക്ഷെ ഡി ആവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ ടീച്ചേഴ്സോട് ഡിസ്കസ് ചെയ്തത് രണ്ടുപേർക്കും അവകാശം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. കുറച്ചുകൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം ഡി ആണ്. പ്രൊവിഷണൽ ആൻസർ കീയിൽ എ ആണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ എന്തായിരിക്കും നമുക്ക് നോക്കാം. അത് നല്ലൊരു ചോദ്യമാണ്. 67ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമത്തിന്റെ 2ാം വകുപ്പിൽ ഇനി പറയുന്നതിലേക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എല്ലാം വരും. എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. 68ന്റെ ഉത്തരം ബി ആണ്. 69 എ ആണ്.
സി ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ വിചാരിച്ചത് ഒരു പക്ഷേ കുറച്ചും കൂടെ PSC കടന്ന് ചിന്തിക്കുമെന്നാണ്. കാര്യം ഇത് ചോദിച്ച് PSC ബോറടിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് ഈ പോക്സോ ആക്ടിലെ സെക്ഷൻ 2D പ്രകാരമാണ് കുട്ടിയുടെ വയസ്സ് നിശ്ചയിച്ചിട്ടുള്ളത്. ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യമെങ്കിലും PSC 2D ചോദിക്കുന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ ടെസ്റ്റ് സീരീസ് അതൊക്കെ ആഡ് ചെയ്തിരുന്നു. പക്ഷെ PSC അത്രയും ചോദിച്ചില്ല. അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. ഇത് വളരെ നല്ലൊരു റാങ്ക് മേക്കിംഗ് സംഭവമാണ്. സെക്ഷൻ 2D അല്ലെ, ഈ 18 വയസ്സിന് താഴെയുള്ള ഏതൊരാളെയും കുട്ടിയായിട്ട് പ്രഖ്യാപിക്കുന്നത് പോക്സോയിലെ സെക്ഷൻ 2D ആണ്. മൊത്തത്തിൽ 9 അധ്യായങ്ങൾ 46 വകുപ്പുകളുമാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും GK ചോദ്യങ്ങളുടെ അനാലിസിസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ബെനിഫിഷ്യൽ ആവുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. ടെലിഗ്രാമിലും യൂട്യൂബിലൊക്കെ നിങ്ങൾ സബ്സ്ക്രിപ്ഷനും കമന്റ്സും ലൈക്സും ഷെയറും ഒക്കെയാണ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് ഓരോ ക്ലാസ്സസ് കൊടുക്കുന്നത്. വളരെ വലിയ ഹോംവർക്കും റിസർച്ചും ഒക്കെ ഓരോ ക്ലാസ്സിന്റെ പിറകിലുണ്ട്. വലിയ അധ്വാനമാണ്. നിങ്ങളുടെ സ്നേഹം സപ്പോർട്ട് ഒക്കെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. ഞങ്ങൾ അഫോർഡബിൾ ബാച്ചസിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇപ്പൊ 10th +2 ജനറൽ ബാച്ച് ഉണ്ട്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് KS ബാച്ചസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. എക്സാം എന്നാണോ അതുവരെ ആയിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പല ബാച്ചുകളുടെ വാലിഡിറ്റി വരിക. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഒരുപക്ഷെ വിളിക്കുമ്പോൾ ഫോൺ ബിസി ആണെങ്കിൽ ദയവായി ടെലിഗ്രാമിൽ ഒരു മെസ്സേജ് അയച്ചിടണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഞങ്ങൾ അത്ര വലിയൊരു ടീം അല്ല, പക്ഷേ ഏറ്റവും നന്നായിട്ട് പഠിപ്പിക്കാൻ അറിയാം എന്നൊരു വിശ്വാസമുണ്ട്. ഞാൻ ലാപ്പൊന്നും അത്ര എക്സ്ട്രീമിലി അടിപൊളിയല്ല, പക്ഷെ നിങ്ങൾക്ക് റാങ്ക് ഹോൾഡേഴ്സ് ആവാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് തരാൻ സാധിക്കും. ജസ്റ്റ് ഡെമോ ക്ലാസ് കണ്ടു നോക്കി, എനിക്ക് എത്ര പറയുള്ളൂ. നിങ്ങൾക്ക് ഡെമോ ക്ലാസ് കണ്ടു നോക്കാം, എത്ര ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഡെമോ ക്ലാസ് ആയിട്ട് കണ്ടു നോക്കാവുന്നതാണ്. ഒരു പ്രശ്നമില്ല. എന്നിട്ട് നിങ്ങൾ സ്വയം ഒരു തീരുമാനം എടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.